എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് വാക്കുകളുടെ അർത്ഥവും അതിൻ്റെ വാക്യത്തിലുള്ള പ്രയോഗങ്ങളുമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്ന് കെ പാസ്. കെ പാസ് എന്ന് വെച്ചാൽ എന്താണ്? സമീപം, അടുത്ത്, അല്ലെ? കൈവശം, പക്കൽ, ഈ രണ്ടർത്ഥത്തില് സമീപം അല്ലെങ്കിൽ അടുത്ത്, അതുകൂടാതെ കൈവശം അല്ലെങ്കിൽ തൻ്റെ പക്കൽ, ഈ രണ്ടർത്ഥത്തിലും നമ്മൾ കെ പാസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അതായത് എൻ്റെ അടുത്താണ് അവൻ്റെ വീട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇരിക്കൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കെ പാസ് ഉപയോഗിക്കാം. അതുകൂടാതെ എൻ്റെ കൈവശം നിന്റെ പുസ്തകമുണ്ട്. ഓക്കെ, ആ ഒരു അർത്ഥത്തിൽ കൈവശം, പക്കൽ എന്നൊക്കെ അർത്ഥത്തിലും നമ്മളിവിടെ കെ പാസ് ഉപയോഗിക്കാറുണ്ട് ഹിന്ദിയിൽ. ഓക്കെ, ഇനി അടുത്തതാണ് കെ സാംനെ. കെ സാംനെ എന്ന് വെച്ചാൽ എന്താ? മുൻപിൽ, ഇൻ ഫ്രണ്ട് ഓഫ്. ഓക്കെ, വീടിൻ്റെ മുൻപിൽ ഒരാൾ നിൽക്കുന്നു, അല്ലേ? എൻ്റെ മുമ്പിൽ നീ വരരുത്, അല്ലേ? എൻ്റെ മുൻപിൽ. അപ്പോൾ കെ സാംനെയുടെ അർത്ഥമാണ് മുൻപിൽ, ഇൻ ഫ്രണ്ട് ഓഫ്. ഓക്കെ, അപ്പൊ ഈ രണ്ടർത്ഥവും അതിൻ്റെ വാക്യത്തിലുള്ള പ്രയോഗങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ മലയാള അർത്ഥം കൊടുത്തിട്ട് അതിനെ നമ്മൾ ഹിന്ദിയിലോട്ടാക്കുന്ന രീതിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. എൻ്റെ വീട് സ്കൂളിൻ്റെ സമീപത്താണ്. എൻ്റെ വീട് സ്കൂളിൻ്റെ സമീപത്താണ്. അപ്പോൾ എൻ്റെ എന്നുള്ളതിന് നിങ്ങൾക്കറിയാം മേര, മേരി, മേരെ, ഈ മൂന്ന് വാക്കുകളാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. ഇനി വീട് എന്താണ്? ഗർ, അല്ലെ? ഗർ. അപ്പൊ എൻ്റെ വീട്, ഗർ എന്നുള്ള വാക്ക് പുല്ലിംഗാണെന്ന് നമ്മൾ മുൻപത്തെ പല വീഡിയോകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മേരായാണോ, മേരയാണോ, മേരിയാണോ യൂസ് ചെയ്യേണ്ടത്? മേരായാണ്, അല്ലെ? മേരാ ഘർ, എൻ്റെ വീട്. ഇനി സ്കൂൾ, സ്കൂളിൽ നമുക്ക് സ്കൂളെന്നും പറയാം, വിദ്യാലയം എന്നും പറയാം കേട്ടോ. അപ്പൊ സ്കൂളിന്റെ സമീപത്താണ്. സ്കൂളിന്റെ കൂടെ സമീപത്ത് എന്നുള്ളതിന് സമീപത്ത് എന്ന വാക്കിന്റെ ഹിന്ദി വാക്ക് നമ്മളിപ്പോ പഠിച്ചത്, അല്ലെ? കെ പാസ് ചേർത്ത് കൊടുക്കണം. എൻ്റെ വീട് സ്കൂളിന്റെ സമീപത്താണ്. ആണ് എന്ന് പറയാൻ എൻഡിങ്ങില് ഹേ. എൻ്റെ വീട് മേരാ ഘർ സ്കൂളിന്റെ സമീപത്ത്, സ്കൂൾ കെ പാസ്. ഓക്കെ, സ്കൂൾ കെ പാസ്, സ്കൂളിന്റെ അടുത്ത് ആണ്. ഹേ, എൻ്റെ വീട് സ്കൂളിന്റെ സമീപത്താണ്. മേരാ ഘർ സ്കൂൾ കെ പാസ് ഹേ. കണ്ടോ? ഹിന്ദിയിലുള്ള വാക്യ സ്ട്രക്ചർ, അല്ലെ? അല്ലെങ്കിൽ ഒരു സെന്റൻസ് മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. എൻ്റെ വീട് സ്കൂളിന്റെ സമീപത്താണ്. മേരാ ഘർ സ്കൂൾ കെ പാസ് ഹേ. മേരാ ഘർ സ്കൂൾ കെ പാസ് ഹേ. അപ്പൊ കെ പാസ് എന്നുള്ളതിന് ഇവിടെ വരുന്ന അർത്ഥം അടുത്ത് എന്നാണ്. അടുത്ത നോക്കാം. ഞാൻ നിന്റെ അടുത്ത് ഇരിക്കും. ഞാൻ നിന്റെ അടുത്ത് ഇരിക്കും. ഞാൻ എന്നുള്ളതിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? എല്ലാവർക്കും അറിയാം, അല്ലെ? മേം. നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? തുമാര, അല്ലെ? പക്ഷെ നമ്മളിവിടെ എന്താ? കെ പാസ് ചേർക്കണം, അല്ലെ? നിന്റെ അടുത്ത്, നിന്റെയുടെ കൂടെയാണ് കെ പാസ് ചേർക്കേണ്ടത്. നിങ്ങൾ എന്നുള്ളതിന് തുമ്മാണ്, അതിന്റെ കൂടെ കെ പാസ്. അപ്പൊ തും പ്ലസ് കെ നമ്മൾ സർവനാമിന്റെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. തും പ്ലസ് കെ തുമാരേ, അല്ലെ? ഇനി തും പ്ലസ് കെ പാസ്, തുമാരേ പാസ്. നിന്റെ അടുത്ത്, തുമാരേ പാസ്. ഇരിക്കും, ഫ്യൂച്ചർ ടെൻസിന്റെ വീഡിയോ പഠിച്ചിട്ടുണ്ട്. ഇരിക്കും, അല്ലെ? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അതിനെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ബൈട്ടൂങ്ക. ബൈട്ട്നായാണ് ഇരിക്കുക. ഇരിക്കും എന്ന് ഫ്യൂച്ചറിലാക്കി പറയാൻ നമ്മൾ എന്ത് ചേർക്കും? ഊങ്ക ചേർക്കും. ബൈട്ടൂങ്ക, അല്ലെ? ഞാൻ നിന്റെ അടുത്തിരിക്കും. മേ തുമാരെ പാസ് ബൈട്ടൂങ്ക. സ്ത്രീലിംഗാണ് മേമെങ്കിൽ മേ തുമാരെ പാസ് ബൈട്ടൂങ്കി. ഓക്കെ, ഞാൻ നിന്റെ അടുത്ത് ഇരിക്കും. മേ തുമാരെ പാസ് ബൈട്ടൂങ്ക. ഓക്കെ, ഇവിടെ കെ പാസിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു സെന്റൻസിൽ അർത്ഥം എന്താണ്? സമീപത്ത് എന്നുള്ള അർത്ഥം തന്നെയാണ്, അടുത്ത്. ഓക്കെ,
നിന്റെ കൈവശം എൻ്റെ പേനയുണ്ടോ? നിന്റെ കൈവശം എൻ്റെ പേനയുണ്ടോ? ഇതെങ്ങനെ ഹിന്ദിയിലോട്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നിന്റെ അല്ലെ, നിങ്ങളുടെ എന്നൊക്കെ ഉള്ളതിന് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ആ, തുമ്മാണ് നിങ്ങൾ അല്ലെ. ഇനി കൈവശം, ഇപ്പൊ നമ്മൾ പഠിച്ചു കൈവശം അല്ലെങ്കിൽ പക്കൽ എന്നുള്ള അർത്ഥത്തിൽ കൂടി നമ്മൾ കെ പാസ് യൂസ് ചെയ്യുമെന്ന് ഇപ്പൊ പഠിച്ചു ഈ വീഡിയോയിൽ. അപ്പോ നിന്റെ കൈവശം എന്നുള്ളതിന് നമ്മൾ എന്ത് ചേർക്കുക? തും പ്ലസ് കെ പാസ്. തും പ്ലസ് കെ തുമാരെ. തും പ്ലസ് കെ പാസ് എന്താണ്? തുമാരെ പാസ്. നിന്റെ കൈവശം തുമാരെ പാസ്. എൻ്റെ പേന, എൻ്റെ എന്നുള്ളതിന് മേരാ, മേരി, മേരെ. കലം, പേന എന്താണ്? കലം. പേന എന്നുള്ളതിന് ഹിന്ദി വാക്കാണ് കലം. കലം എന്നുള്ള വാക്ക് പുല്ലിംഗാണ്. അപ്പൊ നമ്മൾ എൻ്റെ കലം അല്ലെ, എൻ്റെ പേന എന്നെങ്ങനെ പറയാം? മേരാ കലം, മേരാ കലം. ഉണ്ടോ എന്നുള്ളതിന് നമ്മൾ എന്താ? ഹെക്യ. ഉണ്ടോ? ഹെക്യ. തുമാരെ പാസ് മേരാ കലം ഹെക്യ. നിന്റെ കൈവശം എൻ്റെ പേനയുണ്ടോ? നിന്റെ കൈവശം തുമാരെ പാസ് എൻ്റെ പേന മേരാ കലം ഉണ്ടോ? ഹെക്യ. ക്ലിയർ അല്ലേ? അടുത്ത സെന്റൻസ് നോക്കാം. മീരയുടെ കൈവശം എൻ്റെ പുസ്തകമുണ്ട്. മീരയുടെ കൈവശം എൻ്റെ പുസ്തകമുണ്ട്. മീരയുടെ, മീരയുടെ കൈവശം. അപ്പോൾ മീരയുടെ കൂടെ, മീര എന്നുള്ള വാക്കിന്റെ കൂടെ നമ്മൾ കെ പാസ് ചേർത്ത് കൊടുക്കുക. മീരയുടെ കൈവശം മീര കെ പാസ്. എൻ്റെ പുസ്തകം, എൻ്റെ എന്നുള്ളതിന് മേരാ, മേരി, മേരെ. പുസ്തകം എന്നുള്ളതിന് ഒന്നെങ്കിൽ പുസ്തക് അല്ലെങ്കിൽ കിതാബ്. ഇനി നമ്മൾ പല വീഡിയോയിലും പഠിച്ചു കഴിഞ്ഞു, പുസ്തകം എന്നുള്ള വാക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവും. അത് സ്ത്രീലിംഗാണ്. അപ്പോൾ എൻ്റെ പുസ്തകം എന്നുള്ളതിന് നമുക്ക് എങ്ങനെ ഹിന്ദി പറയാം? മേരി കിതാബ്. മേരി കിതാബ്. കിതാബ് സ്ത്രീലിംഗ് ആയതുകൊണ്ട് നമ്മൾ മേരി എന്നാണ് ഫ്രണ്ടിൽ ചേർക്കേണ്ടത്. എൻ്റെ പുസ്തകം മേരി കിതാബ്. മീരയുടെ കൈവശം മീരാ കെ പാസ് എൻ്റെ പുസ്തകം മേരി കിതാബ് ഉണ്ട് ഹേ. മീരയുടെ കൈവശം എൻ്റെ പുസ്തകമുണ്ട്. മീരാ കെ പാസ് മേരി കിതാബ് ഹേ. അവൻ ലൈബ്രറിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവൻ ലൈബ്രറിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവൻ എന്നുള്ളതിന് നമുക്ക് എന്താണ് ഹിന്ദിയിൽ ഉപയോഗിക്കേണ്ട വാക്ക് ഏതാണ്? വ അല്ലെ, വ. അവൻ വ. ലൈബ്രറിയുടെ അടുത്ത്, ലൈബ്രറി എന്താണ് ഹിന്ദിയിൽ പറയേണ്ടത്? പുസ്തകാലയ്. ലൈബ്രറി, പുസ്തകാലയ്. ഇനി ലൈബ്രറിയുടെ അടുത്ത്, അടുത്ത് എന്നുള്ളതിന് നമ്മളിപ്പോ പഠിച്ച വാക്ക് ഏതാണ്? കെ പാസ് അല്ലെ, കെ പാസ്. അപ്പൊ ലൈബ്രറിയുടെ അടുത്ത് എന്നുള്ളതിന് പുസ്തകാലയ് കെ പാസ്. ലൈബ്രറിയുടെ അടുത്ത് പുസ്തകാലയ് കെ പാസ്. നിൽക്കുക എന്നുള്ളതിന് ഖഡ, ഖഡ ഹോന അല്ലെ. അപ്പൊ ഇവിടെ അവൻ ലൈബ്രറിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഖഡാ ഹേ, ഖഡാ ഹേ. അവൻ ലൈബ്രറിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവൻ വ ലൈബ്രറിയുടെ അടുത്ത് പുസ്തകാലയ് കെ പാസ് നിൽക്കുന്നുണ്ട്. ഖഡാ ഹേ. അവൻ ലൈബ്രറിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. വ പുസ്തകാലയ് കെ പാസ് ഖഡാ ഹേ. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ കെ പാസിന്റെ അർത്ഥം സമീപത്ത്, അടുത്ത് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത രണ്ടാമത് നമ്മൾ പഠിച്ച വാക്കുകൊണ്ടുള്ള വാക്യപ്രയോഗങ്ങൾ നോക്കാം. കെ സാമ്നെ എന്തായിരുന്നു അതിന്റെ അർത്ഥം? മുൻപിൽ, ഇൻ ഫ്രണ്ട് ഓഫ് അല്ലെ. അതുകൊണ്ട് വരുന്ന കുറച്ച് മലയാളം വാക്യങ്ങൾ നമുക്ക് ഹിന്ദിയിലേക്ക് ആക്കി നോക്കാം. അമ്പലത്തിന് മുൻപിൽ ഒരു വലിയ ആൽമരമുണ്ട്. അമ്പലത്തിന് മുൻപിൽ ഒരു വലിയ ആൽമരമുണ്ട്. അമ്പലം എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ്? മന്ദിർ. അമ്പലം, മന്ദിർ. അമ്പലത്തിന് മുൻപിൽ, അപ്പൊ അമ്പലം എന്നുള്ള വാക്കിന്റെ കൂടെയാണ് നമ്മൾ മുൻപിൽ എന്ന അർത്ഥം വരുന്ന കെ സാമ്നെ എന്ന വാക്ക് ആഡ് ചെയ്യേണ്ടത്. അമ്പലത്തിന് മുൻപിൽ മന്ദിർ കെ സാമ്നെ. അമ്പലത്തിന് മുൻപിൽ മന്ദിർ കെ സാമ്നെ. ഒരു, ഏക്, ഒരു, ഏക്. വലിയ, വലിയ എന്നുള്ളതിന് ഹിന്ദിയിൽ ബേഡ അല്ലെ, വലിയ, ബേഡ. ആൽമരം, ആൽമരത്തിന് ഹിന്ദിയിൽ ബർഗദ് എന്നാണ് പറയുന്നത്. ബർഗദ് കാ പേട്. ആൽമരം, ബർഗദ് കാ പേട്. ഓക്കെ. മന്ദിർ കെ സാമ്നെ അമ്പലത്തിന് മുമ്പിൽ ഒരു വലിയ, എക് ബഡ, ആൽമരം, ആൽമരം ബർഗദ് കാ പേട് ഉണ്ട് ഹേ. മന്ദിർ കെ സാമ്നെ എക് ബഡ ബർഗദ് കാ പേട് ഹേ. അമ്പലത്തിന് മുൻപിൽ ഒരു വലിയ ആൽമരമുണ്ട്. മന്ദിർ കെ സാമ്നെ എക് ബഡ ബർഗദ് കാ പേട് ഹേ. നമുക്ക് അടുത്ത സെന്റൻസ് നോക്കിയാലോ.
അടുത്ത സെന്റൻസ് ആണ്, വീടിന് മുൻപിൽ ഒരു നീല ഗേറ്റ് കാണാൻ സാധിക്കും. വീടിന് മുൻപിൽ ഒരു നീല ഗേറ്റ് കാണാൻ സാധിക്കും. വീട് നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ് വീട്, ഗർ. മുൻപിൽ എന്നുള്ളതിന് കെ സാമ്നെ. അപ്പൊ വീടിന് മുൻപിൽ എന്ന് പറയുമ്പോൾ വീട് എന്നുള്ള വാക്കിന്റെ കൂടെയാണ് നമ്മൾ കെ സാമ്നെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ വീടിന് മുൻപിൽ ഘർ കെ സാമ്നെ, വീടിന് മുൻപിൽ ഘർ കെ സാമ്നെ. ഒരു ഏക് അല്ലെ, ഒരു ഏക്. നീല ഒരു കളറാണ്. നീല എന്നുള്ളതിന് ഹിന്ദിയിൽ നീല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈസിയാ അല്ലേ, ഒരു നീല അല്ലേ, ഏക് നീല. ഗേറ്റ്, അപ്പോൾ നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ആ ഒരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗേറ്റ് എന്ന് വെച്ചാൽ ഹിന്ദിയിൽ ഫാട്ടക്. ഓക്കെ, ഗേറ്റ്, ഫാട്ടക്. ഒരു നീല ഗേറ്റ്, ഏക് നീല ഫാട്ടക്. കാണാൻ മീൻസ് ദേഖന അല്ലേ, കാണുക എന്ന് വെച്ചാൽ ദേഖന. സാധിക്കും എന്നുള്ളതിന് സക്ന, കാണാൻ സാധിക്കും ദേഖ് സക്ന. ഓക്കെ, കാണാൻ സാധിക്കും ദേഖ് സക്ന. അപ്പം ഇവിടെ കാണാൻ സാധിക്കും എന്നുള്ളതിന് സെന്റൻസ് ആയിട്ട് മൊത്തം പറഞ്ഞു വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും. വീടിന് മുൻപിൽ ഒരു നീല ഗേറ്റ് കാണാൻ സാധിക്കും. घर के सामने एक नीला फाटक देख सकता है. घर के सामने एक नीला फाटक देख सकता है. കാണാൻ സാധിക്കും देख सकता है. വീടിന് മുൻപിൽ घर के सामने ഒരു നീല ഗേറ്റ് एक नीला फाटक കാണാൻ സാധിക്കും देख सकता है. നിന്റെ മുൻപിൽ ആരാണ് നിൽക്കുന്നത്? നിന്റെ മുൻപിൽ ആരാണ് നിൽക്കുന്നത്? അപ്പോൾ നിന്റെ എന്നുള്ളതിന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, തുമാര, തുമാരെ, തുമാരി. പക്ഷെ ഇവിടെ കെ സാമ്നെ അല്ലേ, തുമ്മിന്റെ കൂടെ കെ ആണ് ചേർക്കുന്നത്. അപ്പൊ തുമാരെ ആണ് വരേണ്ടത്. അപ്പോ തും പ്ലസ് കെ സാമ്നെ, തുമാരെ സാമ്നെ. നിന്റെ മുൻപിൽ അല്ലേ, തുമാരെ സാമ്നെ, നിന്റെ മുൻപിൽ. ആരാണ്, ആര് എന്നുള്ളതിന് കോൻ, ആര്, കോൻ. നിൽക്കുക ഗഡ അല്ലെ, ഗഡാരഹന നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോ നിന്റെ മുൻപിൽ തുമാരെ സാമ്നെ, നിന്റെ മുൻപിൽ തുമാരെ സാമ്നെ. ആരാണ്, കോൻ, നിൽക്കുന്നത്, ഗഡാഹേ, ഖഡാഹേ. തുമാരെ സാമ്നെ കോൻ ഖഡാഹേ, നിന്റെ മുൻപിൽ ആരാണ് നിൽക്കുന്നത്, തുമാരെ പാസ് കോൻ ഖഡാഹേ. അടുത്ത സെന്റൻസ് നോക്കാം. എന്റെ മുൻപിൽ നിന്ന് മാറൂ. ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് അല്ലെ, എന്റെ മുൻപിൽ നിന്ന് നീ മാറിക്കേ അല്ലെ. അപ്പോ എന്റെ മുൻപിൽ നിന്ന് മാറൂ. എന്റെ എന്നുള്ളതിന് മേരാ, മേരി, മേരെ, എന്റെ എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഇവിടെ കെ സാമ്നെ, അപ്പൊ കെ ആണ് മേമിന്റെ കൂടെ ചേരേണ്ടത്. അപ്പൊ മേം പ്ലസ് കെ മേരെ, മേരെ സാമ്നെ, എന്റെ മുൻപിൽ മേരെ സാമ്നെ. എന്റെ മുൻപിൽ നിന്ന്, കാരക്കിന്റെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫ്രം അല്ലെ, അവിടെ നിന്ന് എന്ന് പറയാൻ വേണ്ടി നമ്മൾ സേ ഉപയോഗിക്കും അല്ലെ. എന്റെ മുൻപിൽ നിന്ന് അല്ലെ, മേരെ സാമ്നെ സേ, എന്റെ മുൻപിൽ നിന്ന് മേരെ സാമ്നെ സേ. മാറുക എന്നുള്ളതിന് ഹട്ടന എന്നാണ് അർത്ഥം. മാറുക, ഹട്ടന, അവിടെ നിന്ന് മാറുക. ഓക്കെ, ചേഞ്ച് ആകുക എന്നുള്ള അർത്ഥം, അവിടെ നിന്ന് മൂവ് ചെയ്യാന്നാണ് അർത്ഥം. അപ്പോൾ എന്റെ മുൻപിൽ നിന്ന് മാറൂ, അപ്പോ ഹട്ടോ അല്ലെ, മാറൂ, ഹട്ടോ. എന്റെ മുൻപിൽ നിന്ന് മാറൂ, മേരെ സാമ്നെ സെ ഹട്ടോ, മേരെ സാമ്നെ സെ ഹട്ടോ അല്ലേ. എന്റെ മുൻപിൽ നിന്ന് മാറൂ. വാണിംഗ് കൊടുക്കുന്ന പോലെ നമ്മൾ എന്താ, മര്യാദക്ക് എന്റെ മുമ്പിൽ നിന്ന് മാറിക്കോ നമ്മൾ പറയും. അത് അത്രേ ഉള്ളൂ. എന്റെ മുൻപിൽ നിന്ന് മാറൂ, മേരെ സാമ്നെ സെ ഹട്ടോ. ആ കടയുടെ മുൻപിൽ വണ്ടി നിർത്തൂ. ആ കടയുടെ, ആ കട, കട എന്നുള്ളതിന് ദുഃഖാൻ, ആ കട ഉസ് ദുഃഖാൻ. ഓക്കെ, ഇനി ആ കടയുടെ മുൻപിൽ ഉസ് ദുഃഖാൻ കെ സാമ്നെ. ഉസ് ദുഃഖാൻ എന്നുള്ള വാക്കിനൊപ്പം നമ്മൾ മുൻപിൽ എന്നുള്ള അർത്ഥം വരാൻ കെ സാമ്നെ ചേർത്ത് കൊടുക്കാം. ഉസ് ദുഃഖാൻ കെ സാമ്നെ വണ്ടി നിർത്തൂ അല്ലെ. വണ്ടി എന്നുള്ളതിന് ഗാഡി, വണ്ടി, ഗാഡി. ഇനി നിർത്തുക എന്നുള്ളതിനോ, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിന് രുക്ന. ഓക്കെ, രുക്ന. അപ്പോൾ തടയൂന്നാണെങ്കിൽ രോക്ന, നിർത്തൂന്നാണെങ്കിൽ രുക്ന. ഓക്കെ, ആ കടയുടെ മുമ്പിൽ വണ്ടി നിർത്തൂ. ഉസ് ദുക്കാൻ കെ സാമ്നെ ഗാഡി രുക്കോ. നിർത്തൂ എന്നുള്ളതിന് രുക്കോ. രുക്ന എന്നുള്ള വാക്ക് നിർത്തൂ എന്ന് പറയുമ്പോൾ രുക്കോ എന്നാവും. ഉസ് ദുക്കാൻ കെ സാമ്നെ ഗാഡി രുക്കോ അല്ലേ.
ഉസ് ദുക്കാൻ കെ സാമനെ ഗാഡി രുക്കോ. ആ കടയുടെ മുൻപിൽ വണ്ടി നിർത്തൂ. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഈ 2 വാക്കുകൾ കൊണ്ട് 5 സെന്റൻസ് വീതം പഠിച്ചു. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു 5 സെന്റൻസ് മാത്രമല്ല, നിങ്ങൾ തന്നെ ഇനി പറഞ്ഞു നോക്കുക. ഈ ഒരു അർത്ഥം വരുന്ന ഒരുപാട് സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.